എല്ലാവർക്കും എൻ്റെ വക നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തൃക്കാവനാൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നിടം വരെ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇവിടെ വന്ന് ശ്രീ മഹാദേവനെ കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന റബ്ബർ പ്ലാന്റേഷൻ ആൻഡ് പ്യുവർ സൈലൻസ്. അത് മനസ്സിനും ശരീരത്തിനും ഒരു ഉത്തേജനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ മഹാശിവരാത്രി മഹോത്സവവും ഗണേശ പുരാണ പഞ്ചദിന മഹായജ്ഞവും നടക്കുകയാണ്. കണ്ടില്ലേ രാവിലത്തെ നല്ല മനോഹരമായ കാഴ്ച. അതേപോലെ തന്നെ അന്നദാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗണപതീശ്വരന് ഗണപതി ഊട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അവിടുത്തെ മനോഹരമായ ഈ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് ഞാൻ പതുക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ അമ്പലത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പൂർണ്ണത കിട്ടാത്തത് പല വീഡിയോയുടെ ഭാഗങ്ങളിലുമായിട്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ ചെന്ന് കയറി നിന്ന് കുറച്ച് നേരം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ വാങ്ങി ആ കുറിയൊക്കെ ഇട്ട് കണ്ടില്ലേ നല്ല സുന്ദരനായിട്ടൊക്കെ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റായ VR ബോസ് എന്ന് പറയുന്ന ആൾ കുറച്ചു നേരം സംസാരിച്ചു. പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി ശ്രീ പരമേശ്വരൻ പരീക്ഷണാർത്ഥം കിരാതയുമായ രൂപമെടുത്ത് ആ മൂർത്തി രൂപമാണ് ഈ തൃക്കാവനാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പുരാതന കാലത്ത് പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം ബ്രിട്ടീഷ് ഭരണകാലത്ത് തച്ചുടയ്ക്കുകയും അതിനുശേഷം 1996 നാട്ടുകാർ ഒന്നിച്ചുകൂടി പുനർപ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോസേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അമ്പലത്തിൻ്റെ പൂർണ്ണകാല ചരിത്രമാണ് ആ പറഞ്ഞതെല്ലാം. അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അന്നദാനം നടക്കുന്നിടത്തേക്ക് ചെന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണമായി ഉപ്പുമാവും പഴവും അതേപോലെ ചായയുമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും അത്താഴ പൂജയും എല്ലാം ഉണ്ട്. അങ്ങനെ രാവിലത്തെ ഉപ്പുമാവും പഴവും ചായയും കൂട്ടി ഞാൻ അടിപൊളി ഒരു പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ വളരെ നേരത്തെ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത് ആസ്വദിച്ച് ഞാൻ കഴിച്ചു. വളരെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളും രാവിലത്തെ ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.